മറ്റൊരു മഴയുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ നമുക്ക് സ്വാലിഹിലേക്ക് കൂടി മലപ്പുറത്തേക്ക് കൂടി പോകണം. മലപ്പുറത്ത് ഒരു വശത്ത് മഴ, മറുഭാഗത്ത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ്. രണ്ടും കൂടി ചേരുമ്പോൾ ബഹുരസമാണ്. സ്വാലി, മഴ എന്തായി സ്ഥിതി? തെരഞ്ഞെടുപ്പ് അതിനുശേഷം വരാം. എന്താണ് മഴ ഇന്ന് മലപ്പുറത്ത്? ഏത് അലർട്ടാണുള്ളത്? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? മനു, ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. തീരദേശ മേഖലയിൽ താരതമ്യേന മഴ കുറവുണ്ട്. മറ്റിടങ്ങളിലെല്ലാം രാവിലെ മുതലൊക്കെ ശക്തമായ മഴ, ഇരുട്ട് കുത്തി നിന്ന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, മദ്രസകൾക്കും ട്യൂഷൻ സെൻ്ററുകളും ഒക്കെ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മഴ മലപ്പുറത്ത് ലഭിച്ചത് നിലമ്പൂർ മേഖലയിൽ തന്നെയാണ്. 128 മില്ലിമീറ്റർ മഴയാണ് 24 മണിക്കൂറിനിടെ നിലമ്പൂരിൽ ലഭിച്ചത്. ഇത്തരത്തിൽ കുറവ് മഴ ലഭിച്ചത് കൂട്ടായി ഭാഗത്താണ്, 47 മില്ലിമീറ്ററാണ്. ഇങ്ങനെ തീരദേശത്ത് മഴ കുറവുണ്ട്. പുഴകളിലെല്ലാം തന്നെ, ഭാരതപ്പുഴയിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ ചാലിയാറിൽ അപകടകരമായ നിലയിലേക്ക് ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ചാലിയാറിൻ്റെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ജില്ലയായ നീലഗിരിയിൽ നിയന്ത്രണം 2 ദിവസത്തേക്ക് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ നിന്ന് നാടുകാണി വഴി ഗൂഡല്ലൂരിലേക്ക് പോകുന്ന യാത്രകളൊക്കെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഊട്ടി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നീലഗിരി ജില്ലയിൽ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്കുള്ള യാത്ര, നിലമ്പൂരിൽ നിന്ന് നാടുകാണി യാത്ര പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന നിർദ്ദേശം വനം വകുപ്പ് ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ പ്രത്യേക ജാഗ്രതയൊക്കെ ഈ പ്രദേശത്ത്, പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. ഒപ്പം ഈ വനമേഖലയിലാണ് വലിയ മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യം. ഈ ഭാഗത്തേക്ക് പോകുന്നവരൊക്കെ, പ്രത്യേകിച്ച് ചാലിയാറിൻ്റെ കൈവഴികളിലേക്ക്, പരിസരത്തേക്കൊക്കെ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനു, ശരി. അപ്പോൾ ഈ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഓർത്തു വയ്ക്കുക, അതൊക്കെ പാലിക്കുക. അത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.